ഹായ് നമസ്കാരം. നമ്മൾ ഇന്ന് വന്ദേ ഭാരതിലാണ് യാത്ര ചെയ്യുന്നത്. ചെന്നൈ സെൻട്രലിൽ നിന്ന് വിജയവാഡയ്ക്ക് പോകുന്ന വന്ദേ ഭാരതിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഈ ഒരു ട്രെയിനിൻ്റെ സമയം ചെന്നൈ സെൻട്രലിൽ നിന്ന് 5:30 അപ്പോൾ ആഴ്ചയ്ക്ക് 6 ദിവസവും ഈ ഒരു ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട്. 10ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിൻ ഈ കാണുന്നത്. എൻജിൻ റൂമാണ് നമ്മൾ കാണുന്നത്. പുതിയ ട്രെയിൻ ആയതിനാൽ എല്ലായിടത്തും നല്ല വൃത്തിയും ഭംഗിയും എല്ലാം ഉണ്ട് കാണുവാനായിട്ട്. ട്രെയിനിൽ സപ്ലൈ ചെയ്യുന്ന ഫുഡ് ഐറ്റത്തിന് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് പുഷ് ടു ടോക്കാണ്. പൈലറ്റിനോട് നമുക്ക് സംസാരിക്കാം അത്യാവശ്യ സന്ദർഭങ്ങളിൽ. അപ്പോൾ വന്ദേ ഭാരതിൽ ഇത്തരത്തിലുള്ള കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. ഇവിടെ നിന്നും അടുത്ത സ്റ്റോപ്പ് റെയിനിഗുണ്ടയാണ്. അപ്പോൾ റെയിനിഗുണ്ടിലാണ് നമ്മൾ ഇറങ്ങുക. കാല് നമുക്ക് വയ്ക്കുവാനും ഭക്ഷണം കഴിക്കുവാനുള്ള ഒരു സംവിധാനമാണിത്. എല്ലാ പഴയ ട്രെയിനിലും ഉള്ളതിന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഭംഗിയായിട്ട് നിർമ്മിച്ചിരിക്കുകയാണിത്. ബാക്കിയെല്ലാം നമ്മളെ പഴയ ട്രെയിനിലുള്ളതുപോലെ തന്നെ കുറച്ചുകൂടി ഭംഗിയാക്കിയിട്ട് ചെയ്തിരിക്കുന്നതെന്ന് മാത്രം നമുക്ക് പറയാം. അപ്പോൾ ഇപ്പോൾ സമയം 5:30. അപ്പം നമുക്ക് പത്രമെല്ലാം കിട്ടി. 3 ഭാഷയിലുള്ള പത്രങ്ങളാണ് നമുക്ക് ലഭിക്കുക: ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇപ്പം 130 കിലോമീറ്റർ സ്പീഡിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പം ചാർജിങ് പോയിൻ്റാണ്. സീറ്റിനടിയിലായിട്ടാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്സിനെല്ലാം ചാർജിങ് പോയിൻ്റ് വരുന്നത്. അതുപോലെ തന്നെ USB കേബിൾ മുഖാന്തരവും നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൻ്റെ അകത്തുണ്ട്. മുകൾ ഭാഗത്തായിട്ട് ഈ നൈറ്റ് ടൈമിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള ലൈറ്റ് കാണാം. അപ്പം ടിക്കറ്റ് ചെക്കർ വന്നു. ഇപ്പോൾ സമയം 6 മണി. അപ്പം നമ്മൾ യാത്ര ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് കോച്ചിലാണ്. കാഴ്ചയെല്ലാം കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ സീറ്റിൻ്റെ പൊസിഷൻ മാറ്റുവാനെല്ലാം ഈ ഒരു ലിവർ പൊക്കിയാൽ മതി. അപ്പം അത്തരത്തിലുള്ളൊരു സംവിധാനം നമ്മളെ ഇന്ത്യയിലോടുന്ന ട്രെയിനിൽ ഇപ്പം വന്ദേ ഭാരതിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം 6:15 നമുക്ക് ചായ വന്നു. ബിസ്ക്കറ്റും ചൂടുവെള്ളവും ടീ മിക്സറുമാണ് വന്നിരിക്കുന്നത്. അപ്പം അരക്കോണാണ് നമ്മളിപ്പം എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റോപ്പല്ല, ഇവിടെ പാസ് ചെയ്യുകയാണ്. അപ്പോൾ 6:30 ഇവിടെ നിന്നും ട്രെയിൻ വീണ്ടും എടുത്തു. അപ്പോൾ MGR സെൻട്രലിൽ നിന്ന് 5:30 എടുത്ത് റെയിനിഗുണ്ട 7:05 8:39 നെല്ലൂരെത്തും. അപ്പോൾ ഈ ഒരു ട്രെയിനിൻ്റെ സമയവും ബാക്കി എല്ലാ വിവരങ്ങളും നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. നമ്മൾ ഈ കാണുന്ന ഫസ്റ്റ് സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങുന്നത്. റെയിനിഗുണ്ട എന്ന സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങുന്നത്. അതുപോലെ ട്രെയിനിൻ്റെ സ്പീഡ്, സ്റ്റോപ്പ് എല്ലാം നമുക്ക് ഇതിൽ കാണാൻ കഴിയും. തിരുത്തണി കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ റെയിനിഗുണ്ട എത്താറായി. ചെന്നൈയിൽ നിന്ന് തിരുപ്പതി പെട്ടെന്ന് പോയിട്ട് വരാൻ ഈ ഒരു ട്രെയിനാണ് നല്ലത്. ആന്ധ്രാപ്രദേശിലെത്തി നമ്മൾ. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. അപ്പോൾ നമ്മൾ റെയിനിഗുണ്ട എത്തിച്ചേർന്നു.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. പെബിൾസ് മലയാളം.